എടുക്കാൻ പോയപ്പോൾ ഞാൻ ഒരു വാർത്ത വെട്ടിക്കൊണ്ടുപോയി. ഒരു വാർത്ത ഇങ്ങനെയാണ്, പിന്നീട് ഗൾഫുകാരൻ്റെ ഭാര്യ എന്ത് ചെയ്തു, അടുത്തുള്ളവൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി. വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദാറ്റ് ന്യൂസ്? 4 കോളം വാർത്ത കൊടുക്കാൻ ആ വാർത്തയിൽ എന്താണ് പ്രത്യേകത? ഒരു വാർത്ത അതിലൊരു പ്രത്യേകതയില്ല. അത് കേരളത്തിന്റെ മനസ്സാണ്, കേരളീയരുടെ മനസ്സാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യത്തിൽ നിന്ന് നമ്മൾ വ്യത്യാസം. 5 പേർ പിടിയും, സ്ത്രീകളടക്കം, ഒരു സ്ത്രീ അടക്കം 5 പേർ പിടിയും എന്ന് പറഞ്ഞാൽ സ്ത്രീയും ജീവിക്കുന്നത് ഈ വയലൻസ് ഉള്ള കാലത്ത്, ദുഷിച്ച കാലത്താണ്. അവർക്കും ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ സ്ത്രീക്ക് ഇതൊന്നും പാടില്ല, ഭയങ്കര മെച്ചപ്പെട്ട ഒരാളായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ എന്ന് പറയുന്നിടത്ത് എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ പറയുന്ന സ്റ്റാറ്റസിന്റെ ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. ഈ സ്റ്റാറ്റസ് ഡിഫറൻസ് ആണ് സ്കൂളുകളുമായി ബന്ധപ്പെട്ട്. സ്കൂളിലേക്ക് ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 71 പേരുണ്ട്, 71% പേരാണ്. സ്കൂളുകളിൽ 49%, എഞ്ചിനീയറിംഗിൽ 39, പോളിടെക്നിക്കിൽ 32. പക്ഷെ ഇതൊന്നും തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ജോലിയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ സ്ത്രീകളുടെ ഒരു ലെവലിലേക്ക് അവരുടെ റിസോഴ്സ്, അവരുടെ കഴിവിനെ ടാപ്പ് ചെയ്യുന്ന രീതിയിൽ എടുക്കാൻ കഴിയില്ല. ഇനി അധ്യാപകരുടെ എണ്ണം നോക്കുക, 77% പേര് സ്ത്രീകളാണ്. ഇവിടെ കൂടുതൽ സ്ത്രീകളാണ് ഉള്ളത്. ഉണ്ട്, സ്ത്രീകളാണ് അല്ല. യൂണിവേഴ്സിറ്റീസിൽ ടീച്ചർ, സ്കൂളുകളിൽ അൺഎയ്ഡഡ് സ്കൂളുകളിൽ 83% ടീച്ചേഴ്സാണ്, വിമൻ ടീച്ചേഴ്സാണ്. ഗവൺമെന്റ് സ്കൂളിൽ 69%. പക്ഷെ അവരുടെ സംഘടനകളിൽ അവരുടെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നതും ഏറ്റവും എല്ലാ കീ പൊസിഷൻസിലും വരുന്നത് പുരുഷനാണ്. ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെ മാത്രം ഏരിയയാണെന്ന് നമ്മൾ വിചാരിച്ചിരുന്നത് നഴ്സിംഗ് അല്ലേ? അവരുടെ സംഘടനയിലെ ആളുകൾ നിങ്ങൾക്ക് അറിയോ, മുഴുവൻ പുരുഷന്മാരാണ്. അവിടെ എനിക്കൊന്ന് ജോയിന്റ് സെക്രട്ടറി ഒക്കെ ആയിട്ടാണ് ഇവിടെ സ്ത്രീ ഇരിക്കുന്നത്. അവരെ നമ്മൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് ഗണത്തിൽ ഒത്തിരി ഉണ്ട്. പക്ഷെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളോട് ഞാൻ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ യൂണിവേഴ്സിറ്റി പ്രതീക്ഷയുള്ളതോട് ഞാൻ ആ ചോദ്യം ചോദിക്കില്ല, എനിക്ക് വേദനിച്ച് തിരിച്ചു പോകാനാവില്ല എന്നുള്ളതുകൊണ്ട്. അപ്പൊ പുറത്തൊരു സ്ത്രീയോട് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ പൊളിറ്റിക്സിൽ എന്താണ് എന്ത്? അയ്യോ, എനിക്ക് അതിനൊന്നും വിശ്വാസമില്ല എന്ന് പറയുന്നു. നിങ്ങൾ അങ്ങനെ പറയരുത്. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഒരു രാജ്യവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ, രാഷ്ട്രവുമായി ബന്ധപ്പെട്ടതാണ് രാഷ്ട്രീയമെങ്കിൽ, ഓരോ സ്ത്രീക്കും അതിൽ സേ ഉണ്ടാവുന്നിടത്താണ് ഇന്ത്യ ജനാധിപത്യ രാജ്യമാകുന്നത്. അതില്ലാത്തിടത്ത് എത്തുന്ന സ്ത്രീകൾ എന്ന് പറയാം. അതുകൊണ്ടാണ് അവിടെ എത്താൻ കഴിയാത്തത് കൊണ്ടാണ് ഇന്നും എന്ത് ചെയ്യുന്നത്, രാജ്യസഭയിലും ലോക്സഭയിലും ഒന്നും നമുക്ക് അത്രയധികം സ്ത്രീകളുടെ പങ്കാളിത്തം എന്ന് പറയുന്നത് 30% എത്തുന്നില്ലല്ലോ. 30% എന്ന് കൊടുക്കുകയാണെങ്കിൽ 30% പോലും ഇല്ല. അപ്പൊ ആ ഇടത്ത് കേരളത്തിലൊരു നല്ല ഇതുണ്ട്, 50% പേര് എന്ത് ചെയ്തിരിക്കുകയാണ് കേരളത്തിൽ സ്ത്രീകളാണ്. ആൻഡ് കം ടു ദ എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ജെൻഡർ റെസ്പോൺസീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ആ ജെൻഡർ റെസ്പോൺസീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് 3 ടയർ സിസ്റ്റം വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇറ്റ് കംസ് ഫ്രം ദി ലോക്കൽ സെൽഫ് ഗവൺമെന്റ് അല്ലേ? ആ ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ ഡെവലപ്മെന്റ് നിങ്ങൾ പഞ്ചായത്തുമായി എത്രമാത്രം അടുത്ത് പ്രവർത്തിക്കുന്നു, എത്രമാത്രം അറിവുണ്ടെന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ പറയാം, അതിനകത്ത് നടക്കുന്ന പദ്ധതികൾ, സ്ത്രീകളുമായി ബന്ധപ്പെട്ട പദ്ധതികളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? ഏതെങ്കിലും പഞ്ചായത്തിലുള്ളതുമായിട്ട് അറിയാമോ? അറിയില്ലെങ്കിൽ ഇനി നോക്കുക. ചീര, ആട്, കോഴി കൊടുക്കുക, വനിതാ ചീര, വനിതാ വെണ്ടയ്ക്ക, വനിതാ കോഴി, ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്. വനിതാ മാവ് പൊടി, വനിതാ ഹോള്, എന്നിട്ട് കൂട്ടി താക്കോലി ചേട്ടന്റെ പക്കറ്റിനകത്ത്, ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്. മിക്കവാറുമുള്ള എൻ്റെ PhD-യുടെ പഠനം തന്നെ വിമൻ കമ്പണന്റ് പ്ലാനുമായി ബന്ധപ്പെട്ടതായിരുന്നു. ആ വിമൻ കമ്പണന്റ് പ്ലാനിൽ എനിക്ക് മനസ്സിലായത് എങ്ങനെയാണ്, മിനിമം 10% ആണ് നമ്മൾ ജെൻഡർ ബജറ്റിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു ഓർഡർ സർക്കാർ ഇറക്കിയതെങ്കിൽ അതിന്റെ ഒരു 5% വെച്ച് നമ്മൾ ട്രൈ ചെയ്യുക. ട്രയൽ നടത്തിയത് കേരളവും പഞ്ചാബുമാണ്. ആ കേരളവും പഞ്ചാബും നടത്തിയതിൽ കേരളത്തിൽ മിനിമം 10% ഒന്നും വളരെ മനോഹരമായി നമ്മൾ മിനിമം വെട്ടിക്കളഞ്ഞു. എന്ത് ചെയ്തു? 10% വെച്ചു. 10% വെച്ചില്ലെങ്കിൽ പ്ലാൻ എന്ത് ചെയ്യില്ല, അപ്രൂവ് ആവില്ല. അതിനകത്ത് തന്നെ EMS ഭവന പദ്ധതി എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വീട് വെച്ച് കൊടുക്കുന്നത് സ്ത്രീകൾക്കാണ്, അല്ലെങ്കിൽ അവിടെ വിമൻ ഹെഡഡ് ആണെങ്കിൽ അതെന്ത് ചെയ്തു, ഈ വിമൻ കമ്പണന്റിലേക്ക് എടുത്ത് മാറ്റി വെച്ചു. ഇപ്പൊ ജെൻഡർ റെസ്പോൺസീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് തന്നെ എന്ത് ചെയ്യാണ്, വഴിതെറ്റിപ്പോവാണ്. അതിന്റെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 3% ഡയറക്റ്റ് ആയിട്ട് സ്ത്രീകളുടെ ഡെവലപ്മെന്റുമായി, എക്കണോമിക് ഡെവലപ്മെന്റും അവരുടെ സോഷ്യൽ സ്റ്റാറ്റസും ഡെവലപ്മെന്റ് ചെയ്യുമെന്ന് പറയുന്ന പദ്ധതികളെങ്കിൽ അത് നടപ്പിലാക്കിയും സസ്റ്റെയിൻ ചെയ്യുന്നതുമായ പദ്ധതി ഇറ്റ് ഈസ് ബിലോ 1% എന്നാണ്. സോ സോഷ്യൽ ആൻഡ് എക്കണോമിക് സ്റ്റാറ്റസ്
എന്ന് പറയുന്നത് വളരെ ബന്ധപ്പെടുത്തി മാത്രമേ നമുക്ക് പറയാൻ. ഇത് ഒട്ടനവധി സ്ത്രീകൾ ജോലിക്ക് പോകുന്നുണ്ട്. അതിൽ ഒരു നല്ലൊരു ശതമാനം കൃത്യമായി പൈസ എന്ത് ചെയ്യുന്നുണ്ട്, 1-ാം തീയതിയോ 5-ാം തീയതിയോ ഇടയ്ക്ക് ആരുടെ കയ്യിൽ ഏൽപ്പിക്കുന്നുണ്ട്, വീട്ടിലെ പുരുഷന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കുന്ന ഒത്തിരി പേരെ അറിയാം. അങ്ങനെയാണെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി എന്ന് പറയുന്നത് എങ്ങനെയാണ് പറയാൻ കഴിയില്ലല്ലോ. ഏതാണ്ട് 22% പേർക്കാണ് കേരളത്തിൽ സ്ഥലം സ്വന്തമായി ഉള്ളത്. ആ സ്ഥലം സ്വന്തമായി ഉണ്ട് എന്നുള്ളത് കൊണ്ട് ആ ക്രയവിക്രയം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം സ്ത്രീക്ക് എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. അത് ക്രയവിക്രയം ചെയ്യേണ്ട സ്വാതന്ത്ര്യം പുരുഷന് മാറിയിരിക്കുന്നു എന്നുള്ളത് സ്ത്രീയുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഈ ഒരു നോംസിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ചിന്തിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് വലിയ ആശങ്കകളാണ്. ഞാൻ ചുരുക്കുന്നു, സമയമില്ലാത്തതുകൊണ്ട് ഇനി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കാം. ഒരു കാര്യം ഇത്രേ ഉള്ളൂ, ബയോളജിക്കലായിട്ട് നമുക്ക് ചില വ്യത്യാസങ്ങളുണ്ട് എന്ന് പറയുന്നത് തന്നെ കള്ളത്തരമാണ്. ഒരു വ്യത്യാസവുമില്ല. There is no difference between man and woman. ഉള്ള വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ഞാൻ സ്ത്രീകൾക്ക് പ്രസവിക്കാനും മുലയൂട്ടാനും ഉള്ള കഴിവുണ്ട്, പുരുഷനതില്ല. ഈ 2 വ്യത്യാസങ്ങളല്ലാതെ സ്ത്രീയും പുരുഷനുമായി യാതൊരു ബയോളജിക്കൽ ഡിഫറൻസും ഇല്ല എന്നുള്ളപ്പോഴും നമ്മൾ ബയോളജിക്കലായി ചില സാധനങ്ങൾ ഇങ്ങനെ അടിച്ചേൽപ്പിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ ആർദ്രത, സ്നേഹം, കോർഡിനേഷൻ, കോപ്പറേഷൻ, കൺസോളിങ്, ഇതൊക്കെ സ്ത്രീകൾക്കുള്ളതാണ്. ഇങ്ങനെ ജനിക്കുമ്പോഴേ എന്തോ ഇങ്ങനെ പോക്കറ്റിലിട്ട് കൊടുത്തു വിടുന്ന സാധനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകളെ എന്ത് ചെയ്യുന്നത് 2-ാം തരത്തിലേക്ക് മാറ്റുകയും അത് ബൈ ചെയ്ത് ജീവിക്കുന്ന ഒട്ടനവധി സ്ത്രീകളും ഉണ്ട് എന്നുള്ളതാണ്. കേരളത്തിലെ നമ്മൾ നേരത്തെ പറഞ്ഞ ഹയർ എഡ്യൂക്കേഷനിലൊക്കെ മുന്നിൽ നിൽക്കുന്ന സ്ത്രീകളാണ്. ഒരു പക്ഷെ 10% താഴെയുള്ള സ്ത്രീകളാണെങ്കിൽ പോലും എനിക്ക് അയിത്തം മതി എന്ന് തീരുമാനിച്ചുകൊണ്ട് സമരം നടത്താൻ തയ്യാറാവുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടെയാണ് സോഷ്യൽ സ്റ്റാറ്റസ് എന്നുള്ളതാണ്. സോ ഞാൻ ചുരുക്കുന്നു, സമയം കുറവായതുകൊണ്ട് റെസ്പോണ്ട് വിത്ത് ക്വസ്റ്റ്യൻസ്. താങ്ക് യു.